ഞാൻ ഡോക്ടർ രമ, അമൃത ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ജൂൺ 19 എല്ലാ വർഷവും സിക്കിൾ സെൽ ഡേ ആയിട്ട് ആചരിച്ചു വരുന്നു. സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം, അരിവാൾ രോഗം എന്ന് മലയാളത്തിൽ പറയും. ഈ രോഗത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം എല്ലാവർക്കും ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം ആചരിച്ചു വരുന്നത്. എന്താണ് ഈ സിക്കിൾ സെൽ അനീമിയ? സിക്കിൾ സെൽ അനീമിയ രക്തത്തിലുണ്ടാകുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ് പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീനിൻ്റെ ഒരു ജനിതകമായിട്ടുള്ള വ്യതിയാനം കാരണം ഈ പ്രോട്ടീൻ അബ്നോർമലായി പോകുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ ജോലി എന്താ വെച്ചാൽ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പ്രോട്ടീനിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് അവർക്ക് ശരീരത്തിൽ ഓക്സിജൻ ക്യാരിയിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പ്രോട്ടീനിൻ്റെ പ്രശ്നം കാരണം ശരീരത്തിൽ ജലാംശം കുറഞ്ഞൊരു സാഹചര്യം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പോൾ ശ്വാസമുട്ടലോ എന്തെങ്കിലും കാരണം കൊണ്ട് ഓക്സിജൻ കുറയുന്നൊരു സാഹചര്യം വന്നാലോ അല്ലെങ്കിൽ അമിതമായ തണുപ്പുള്ള സാഹചര്യത്തിലോ ഈ പ്രോട്ടീൻ കുറച്ച് സ്റ്റിഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ കൂടെ ഈ ബ്ലഡ് സെൽസ് ഒഴുകി പോകുന്ന സമയത്ത് അത് അവിടെ പോയി എവിടെയെങ്കിലും ബ്ലോക്കായി നിൽക്കാനുള്ള സാധ്യത വരും. ബ്ലോക്കായി നിൽക്കുമ്പോൾ ഏത് ഭാഗത്താണോ ബ്ലോക്ക് അയക്കുന്നത് അതിനെ തുടർന്നുള്ള ഭാഗത്തേക്ക് രക്തഓട്ടം നിലച്ചു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. രക്തഓട്ടം നിലച്ചു പോകുമ്പോൾ തീർച്ചയായും അവിടേക്കുള്ള പോഷണം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഭാഗത്തുള്ള കോശങ്ങൾ നശിച്ചു പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ തീവ്രമായ വേദനയാണ് ഈ രോഗികൾക്ക് അനുഭവപ്പെടുക. അപ്പോൾ എന്തിനാണ് ഈ രോഗത്തിനെ കുറിച്ച് ഇത്രയധികം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്ര പേർക്ക് ഈ അസുഖത്തിൻ്റെ കാരിയറാണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ജനറ്റിക് ആയിട്ടുള്ള രോഗമാണ്. കാരിയർ ആണെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പരിശോധനയിൽ കൂടെ പ്രത്യേക ടെസ്റ്റുകൾ HPLC അഥവാ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെസ്റ്റുകളിൽ കൂടെ മാത്രമേ ഈ സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാരിയേഴ്സ് തമ്മിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന കുഞ്ഞിന് 4-1 സാധ്യതയാണ് ഈ സിക്കിൾ സെൽ രോഗം വരാനുള്ളത്. അപ്പോൾ എന്തിനാ നമ്മളിപ്പോൾ ഈ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? ഇപ്പം നേരത്തെ പറഞ്ഞ വേദന, അവർക്ക് തീവ്രമായിട്ടുള്ള വേദന ഉണ്ടാകാം. ഈ ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നത് രക്തയോട്ടത്തിൻ്റെ ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നത് തലച്ചോറിനുള്ളിലാണെങ്കിൽ തളർവാദം ഉണ്ടാകാം. ഹാർട്ടിലാണെങ്കിൽ അത് അറ്റാക്ക് ഉണ്ടാകാം. ഏത് അവയവത്തിലാണോ ഈ ബ്ലോക്ക് വന്നേക്കണേ ആ അവയവത്തിൻ്റെ പ്രവർത്തനത്തിനെ തന്നെ അത് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇത് തുടരെ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഈ ബ്ലോക്കുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രോഗികൾക്ക് അവരുടെ സാധാരണ എല്ലാവർക്കും പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ആയുസ്സും കുറഞ്ഞു വരും. ഈ വർഷത്തെ നമുക്ക് തീം ഗ്ലോബൽ ആക്ഷൻ, ലോക്കൽ ഇമ്പാക്റ്റ്, എംപവറിംഗ് കമ്മ്യൂണിറ്റീസ് ഫോർ ഇഫക്റ്റീവ് സെൽഫ് അഡ്വക്കസി എന്നുള്ളതാണ് ഈ വർഷത്തെ വിഷയം. ലോകത്തെവിടെയും ബോധവൽക്കരണം ഈ അസുഖത്തിനെ കുറിച്ച് നടക്കുമ്പോൾ ഓരോ രോഗിയിലേക്കും അതിൻ്റെ ഇമ്പാക്റ്റ് പ്രതിധ്വനിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ തീമിൽ കൂടെ ഉദ്ദേശിക്കുന്നത്.